മലപ്പുറം ജില്ലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തവനൂർ. 4ാം തവണയും ഇവിടെ LDF-നായി അംഗത്തിനിറങ്ങിയിരിക്കുന്നത് നിലവിലെ സിറ്റിംഗ് MLA കൂടിയായ KT ജലീലാണ്. മറുവശത്ത് DCC പ്രസിഡന്റായ VS ജോയിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. രവി തേലത്താണ് ഇവിടെ BJP-ക്കായി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള BJP ഇത്തവണ വിധി നിർണ്ണയിക്കുന്ന ശക്തിയാകുമെന്നാണ് അവകാശപ്പെടുന്നത്. മറുവശത്ത് LDF-ഉം UDF-ഉം ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. പരസ്യപ്രചരണം തീരാനിരിക്കെ പഞ്ചായത്തുകളിൽ ഓടി നടന്ന് വോട്ട് ചോദിക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായ VS ജോയി. ഓരോ പഞ്ചായത്തിലും ഒരിക്കൽ കൂടി എത്താനുള്ള ഓട്ടത്തിലായിരിക്കും അല്ലേ? അതെ, പരമാവധി ആളുകളെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമമാണ് ആദ്യം തൊട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ റൗണ്ടിലും 2ാം റൗണ്ടിലും വിട്ടുപോയ കുറച്ച് ഏരിയകളുണ്ട്, അപ്പോൾ അത് കവർ ചെയ്യാണ്. ഉച്ചയ്ക്ക് ശേഷം നിയോജകമണ്ഡലത്തിൽ UDF-ൻ്റെ റോഡ് ഷോയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് പോവുകയാണ്. വലിയ പോസിറ്റീവായ പ്രതികരണമാണ്. ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റം വേണമെന്ന ആഗ്രഹമാണ് എല്ലാ മേഖലയിലും ചെല്ലുമ്പോൾ ഉള്ളത്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുന്ന അനുകൂലമായിട്ടുള്ള ഘടകം എന്തായിട്ടാണ് തോന്നുന്നത്? നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ 15 വർഷത്തെ ഇവിടുത്തെ ജനപ്രതിനിധിക്കെതിരുള്ള ഒരു ആൻറ്റി ഇൻകംബൻസിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹം 2.5 വർഷമായിട്ട് ഇവിടെ എല്ലാവരും ആരോടും പ്രതിബദ്ധത ഇല്ലാത്ത ആളാണെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ഈ നാട്ടിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം, തകർന്നു കിടക്കുന്ന റോഡുകൾ, കോലളമ്പ് പാലം 10 വർഷമായി പണി പൂർത്തിയായിട്ടില്ല. കേരളത്തിൽ തന്നെ ഒരു നിയോജകമണ്ഡലത്തിൽ പോലീസ് സ്റ്റേഷനില്ലാത്ത നിയോജകമണ്ഡലം തവനൂരാണ്. ഒരു ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത എടപ്പാളിൽ പോലും ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത നിയോജകമണ്ഡലം, ഒരു ഫയർ സ്റ്റേഷനില്ലാത്ത നിയോജകമണ്ഡലം, ഒരു മിനി സിവിൽ സ്റ്റേഷനില്ലാത്ത നിയോജകമണ്ഡലം, മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിൽ ഫിഷ് ലാൻഡിംഗ് സംവിധാനം ഇല്ലാത്ത തിരൂരിൽ 6 ഫിഷ് ലാൻഡിംഗ് സംവിധാനം, പൊന്നാനിൽ ഹാർബറുണ്ട്, തവനൂരിൽ ഒന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും അസംതൃപ്തിയാണ്. ഇല്ലായ്മകളും വല്ലായ്മകളും പോരായ്മകളും മാത്രമാണ് ഈ മണ്ഡലത്തിൽ. അപ്പോൾ ജനം ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു മാറ്റം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. തീർച്ചയായും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നല്ല ട്രെൻഡായിരുന്നു. അതേ ആവേശം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മതം പറഞ്ഞുള്ള വോട്ട് പിടുത്തത്തിൻ്റെ വിവാദങ്ങളാണ്. പക്ഷേ ഇവിടേക്ക് ജോയിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു മതത്തിൻ്റെ പേരിലല്ല ഇവിടെ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നത്. എങ്ങനെ കാണുന്നു ഈ പ്രചരണത്തിൻ്റെ ഈ ഘട്ടത്തിലെത്തുന്നത്? ഞങ്ങൾ പറയണ്ടല്ലോ, ഈ മലപ്പുറത്തിൻ്റെ ഒരു സൗന്ദര്യമാണത്. വളരെ തെറ്റിദ്ധാരണ പരത്താണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്തെ അധിക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തു. സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാർ പോലും ആക്ഷേപം ചൊരിഞ്ഞു. ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മലപ്പുറത്തിൻ്റെ ഒരു റിയൽ മലപ്പുറം സ്റ്റോറി ആണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മതജാതി ബന്ധങ്ങളിൽ വലിയ സാഹോദര്യവും സൗഹൃദവും നിലനിൽക്കുന്ന, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മതേതരത്വമുള്ള ഒരു മണ്ണാണ് മലപ്പുറം. അത് തെളിയിക്കുന്നൊരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഓരോ തവണയും ജലീലിന് തുണയാകുന്നത് UDF-ലെ അടിയൊഴുക്കുകളാണെന്നാണ് കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത്തവണ ഇവിടേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു അടിയൊഴുക്കിനെ ഭയക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. UDF ഒറ്റക്കെട്ടാണ്. പ്രത്യേകിച്ച് ഈ പ്രചരണം നയിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. CP ബാബാജി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ഉത്സാഹത്തോടെയും ആവേശത്തോടു കൂടിയാണ് ഈ പ്രചരണ രംഗത്ത് വളരെ നമ്മൾ കാണുമ്പോൾ സജീവമായിട്ട് നിൽക്കുന്നത്. ഇത്തവണ ഒരു അടിയൊഴുക്കുണ്ടാവില്ല. കഴിഞ്ഞ തവണ 100 സീറ്റുമായി പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ കുറഞ്ഞ വോട്ടിന് 2000-നടുത്ത് വോട്ടിനാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായൊരു കാറ്റുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നല്ല രീതിയിൽ പ്രതിഫലിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. സർവേകളിലൊക്കെ പലതിലും ചിലത് ജോയിക്ക് അനുകൂലമാണ്, ചിലത് ജലീലിന് അനുകൂലമാണ്. എങ്ങനെ കാണുന്നു ഇതിനെയൊക്കെ? സർവേകളിലൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇവിടുത്തെ ജനങ്ങളിൽ നമ്മൾ ദൈനംദിനം ഒരു മണിക്കൂറിൽ നമ്മൾ എത്രയോ 100 കണക്കിന് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് മാറ്റം വേണം എന്നുള്ളത്. ഞങ്ങൾ നടത്തുന്ന സർവേയിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100% ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇത് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും. തവനൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KT ജലീലാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അവസാനവട്ടം ഓടി നടക്കുകയാണ് പോലെ. അതെ, എങ്ങനെയുണ്ട് പ്രചരണം? പ്രചരണ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങുകയാണ്. ഇവിടെയൊക്കെ വരാത്ത ചില സ്ഥലങ്ങളിരുന്നു. ആ പോക്കറ്റുകളിൽ ഇന്നേ ദിവസം ഉച്ചവരെ
ചെയ്യും ഈ പഞ്ചായത്തിൽ. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത പഞ്ചായത്ത് എടപ്പാളിൽ ഉച്ചയ്ക്ക് ശേഷം. തവണ ഓട്ടോറിക്ഷയ്ക്ക് ഒരു ലോറിയാണ് ചിഹ്നം. അതെ ലോറി തന്നെ വേണം എന്നുള്ള നിലക്കാണ്. കാരണം ഇത്തവണ വോട്ട് വളരെ കൂടും. അത് ഒരു ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ ലോറി തന്നെ വേണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ലോറി ചിഹ്നമായിട്ട് എടുത്തിട്ടുള്ളത്. ഓട്ടോറിക്ഷ മതിയാവില്ല തവണ. അല്ല, ഓട്ടോറിക്ഷ ഇപ്രാവശ്യം കേരള കോൺഗ്രസിന്റെ ചിഹ്നമായല്ലോ. ഈ എല്ലാ തവണയും അങ്ങ് ജയിക്കുന്നത് LDFന്റെ മാത്രം വോട്ട് കൊണ്ടല്ല എല്ലാവർക്കും, എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തവണ UDF പറയുന്നത് UDFന്റെ ഒന്നും ഒറ്റ വോട്ട് പോലും ചോരില്ല എന്നുള്ളതാണ്. അവരുടെ ഗോദ്രേജ് പൂട്ടി വെച്ചിരിക്കുകയാണോ UDFന്റെ വോട്ട്? അവരെല്ലാവരും കൂടി ഏത് താഴിട്ട് പൂട്ടിയാലും മണിച്ചിത്രത്താഴിട്ട് ഞാനത് തുറക്കും, വോട്ട് നേടും. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? 10,000-ത്തിലധികം ഏറ്റവും ചുരുങ്ങിയത് ഭൂരിപക്ഷം ഉണ്ടാവും. തവനൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ രവി തേലത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം തീരാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാന ഓട്ടത്തിലായിരിക്കുമല്ലോ അല്ലേ? അതെ, അവസാനത്തെ ഓട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ 2 തരത്തിലുള്ള ഒരു ഘട്ടം കഴിഞ്ഞു. ആദ്യം നമ്മൾ കീ വോട്ടർമാരെ കാണുക, രണ്ടാമത് കുടുംബയോഗങ്ങൾ, നമ്മുടെ സീനിയറായ വർക്കേഴ്സ്, പിന്നെ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ക്യാമ്പയിനായിരുന്നു. 3-ാം ഘട്ടം ഒരേ സമയത്ത് കുടുംബയോഗങ്ങളും അതോടൊപ്പം തന്നെ വിട്ടുപോയ അതാത് സമയത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ആളുകൾ കാണലും, ഉച്ചയ്ക്ക് ശേഷം മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രചരണ ക്യാമ്പയിൻ പരിപാടികൾ. എങ്ങനെയാണ് തവണത്തെ ആത്മവിശ്വാസവും പ്രതീക്ഷകളും? തീർച്ചയായും ഈ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കേണ്ട മണ്ഡലമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ നടത്തും. മലപ്പുറം ജില്ലയിൽ BJPയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24,500 മുകളിലുണ്ട്. അതായത് 25,000 1/4 വോട്ട് BJP സമാഹരിച്ചൊരു മണ്ഡലമാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ BJP ഒരു വിന്നിംഗ് പാർട്ടിയാണെന്നുള്ള കൺസിഡറേഷൻ ഇല്ലാത്ത പൊളിറ്റിക്സിൽ അതിന് മാറ്റം വന്നിട്ടുണ്ടാവും, ലോക്സഭ പോലെ. പക്ഷേ ഇത്തവണത്തോടു കൂടി ആ ട്രെൻഡ് കേരളത്തിലും മാറി. കേരളത്തിലും BJP ജയിക്കാൻ പോകുന്നു. BJP നിർണായക ശക്തിയാണ്. ഭരിക്കാൻ, നിയന്ത്രിക്കാനോ ഭരണക്കാരെ ആശങ്കപ്പെടുത്താനോ ഉള്ള രൂപത്തിൽ ശക്തിയാവുന്നുള്ള മാധ്യമങ്ങൾ പോലും പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റീപോൾ ഒക്കെ അങ്ങനെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ട്രെൻഡ് ഇത്തവണ ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനൊക്കെ മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന പല ആളുകളും ഈ മാറ്റത്തിൻ്റെ ട്രെൻഡ് ചൂട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മേയറുടെ വരവ്, അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായ വൻ മുന്നേറ്റം, ആലപ്പുഴ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂരിലെ ജയം, ഇതൊക്കെ വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആ ട്രെൻഡ് നിലനിൽക്കുന്നത് കൊണ്ട് കേരളത്തിലെ ഈ ഇലക്ഷനിൽ ലോക്സഭയിലുണ്ടായിരുന്ന അതേ ട്രെൻഡോ അതിനേക്കാൾ വലിയ ട്രെൻഡോ ഇത്തവണത്തെ നിയമസഭ ഉള്ളതുകൊണ്ട് വൻ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കും. തവനൂരിൽ നമ്മൾ ഇത്തവണ ജയിക്കാൻ ഉള്ള പോരാട്ടത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. പൊതുവെ പറയുന്നത് ആര് ജയിക്കണം തോൽക്കണം എന്നുള്ളത് തമ്മിൽ BJP നിശ്ചയിക്കുന്നുള്ളതാണ്. എങ്ങനെയാണ് കാണുന്ന ആ അഭിപ്രായത്തെ? അല്ല, അതിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ചാനലുകളുടെ അഭിപ്രായങ്ങളും ചർച്ചയിലൊക്കെ വരുന്നത്. നമുക്ക് ജയിക്കാനാണ് നമ്മൾ മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDFും UDFും ഇവിടെ മാത്രമാണ് അവർ ശത്രുക്കളായിട്ടുള്ളത്. ഇവിടെയും BJP ജയിക്കുന്ന ഘട്ടം വന്നാൽ ഒന്നിക്കും. അതിൻ്റെ സൂചന നമുക്ക് പലതവണ കേരളത്തിൽ തന്നെയുള്ള ചില മണ്ഡലങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിന് പുറത്ത് തമിഴ്നാട് മൂലം അങ്ങോട്ട്, കർണാടക മൂലം അങ്ങോട്ട് കോൺഗ്രസ്, ലീഗ്, SCPI, CPM, CPI എല്ലാവരും ഒന്നിച്ചാണ് അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ആര് ജയിക്കും എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. അതായത് നാട്ടുകാരുടെ അഭിപ്രായം ഇത്തവണ BJP കേരളത്തിൽ മൂവ് ചെയ്യണം. തവനൂരിലും BJP ജയിക്കണം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കുന്നത് തവനൂരിലായിരിക്കും BJP. മലപ്പുറം ജില്ലയിൽ ജയിക്കുന്ന സീറ്റ്, ആദ്യത്തെ സീറ്റ് തവനൂരായിരിക്കും. പല സീറ്റുകളും ജയിക്കും. അതിലാദ്യം നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ജയിച്ചു എന്ന് കേൾക്കുന്നത് തവനൂരിൽ നിന്നായിരിക്കും. തവനൂരുകാർ ഇത്തവണ മാറി ചിന്തിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അത് പുതിയ ഒരു രാഷ്ട്രീയ ചരിത്രം എഴുതും. അതല്ലെങ്കിൽ KT ജലീൽ അനിഷേധ്യനായ, അജയ്യനായ നേതാവായി തുടരുകയും ചെയ്യും. BJP നേടുന്ന വോട്ടുകളും നാളെയുടെ കണക്കുകളിൽ നിർണായകമാകും. അഖിലോട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.